കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഒന്നായി നിന്നവൻ താൻ രണ്ടായി ഭവിച്ചിക തോന്നുന്ന ദേഹമെന്നതറിക ധാത്രീപദേ. ആയതു തന്നെ കാലാത്മാവായി ഭവിച്ചുടൻ മായാ സത്വാദി ഗുണത്രിതയ ശക്തികളിൽ തുല്യമായി കലർന്നഹോ. പ്രകൃതി പുരുഷനെന്നല്ലോ ചൊല്ലുന്നു, പ്രധാനാഗ്യ പുരുഷനെന്നും സൽപുമാൻ പരാപരനായി പരമാത്മാവായി ചിൽപ്പുമാൻ കൈവല്യ സംജിതനായി നിരീകനായി കേവലാത്മാനന്ദാനുഭാവ സന്തുഷ്ടനായി സർവാത്മാവായി നിരുപാധികേശ്വരനായി സർവത്ര വ്യാപ്തനായിട്ടിരിക്കും ഈശ്വരൻ താൻ. കേവലാത്മാനുഭാവം കൊണ്ടാതു ഗുണവശാൽ സൃഷ്ടിച്ചിടുന്നതുകൊണ്ട് സൃഷ്ടാവായതു വിഷ്ടപത്തിങ്കലാദിപുരുഷനെന്നും ചൊല്ലും. സൂത്രരൂപകമായ വിശ്വത്തെ പ്രോതമാക്കി സാത്വികാദികളായ ഗുണങ്ങൾ കൊണ്ടു നിത്യം രമ്യക്കാമണ്ണം രമിച്ചിടുന്നു കാലാത്മാവും. തന്മായ കൊണ്ട് വിശ്വം തങ്കലങ്ങടക്കുന്നു. നിർമ്മലമായ ശരത്താദിയാം കാലഭേദം ഒന്നിലൊന്നുത്ഭവിച്ചു ലയിച്ചു വരും പോലെ ഒന്നായ കാലം പല കാലമായി തോന്നും പോലെ. പിന്നെയും മൂർണനാഭിയായിടുന്നൊരു ജന്തു പിന്നെയും മൂർണനാഭിയായിടുന്നൊരു ജന്തു തന്നുള്ളിൽ നിന്നു പുറപ്പെടുന്ന തന്തുകൊണ്ടു വലകൾ കെട്ടി അതിലിരുന്നു വരും ഭോജ്യം പലതും അനുഭവിച്ചിരുന്നൊരുമിച്ചുടൻ വലകളായ തന്തു തങ്കൽ താലയിപ്പിച്ചു വലയാം നൂലുമൂർണനാഭി തന്നെയും ഒന്നായി ഏകാത്മാവായ കാലരൂപനാം ഭഗവാനും. മായയം ജഗത്തുമേ കാണുന്നതെല്ലാം ഏകം ആയതുകൊണ്ടു തന്നെ കാലവും മൂർണനാഭിയായ ജന്തുവും മമ ഗുരുവെന്നറിഞ്ഞാലും സന്തതം സ്നേഹഭയദേശഹേതുക്കളാലെ ചിന്തയീ ജന്മത്തിങ്കലെന്തോന്നാകുന്നു ഭാവം.
ആയതുപോലെ വരും പിന്നെ ജന്മവുമെടൂ. സന്തതം സ്നേഹഭയദേശഹേതുക്കളാലെ ചിന്തയി ജന്മത്തിങ്കലെന്തോന്നാകുന്നു ഭാവം. ആയതുപോലെ വരും പിന്നെ ജന്മവുമെടൂ. മായാ വൈഭവാലതുമെത്രയും ചിത്രം ചിത്രം. യാതൊരിടത്തു മനോവാസനയാകുന്നതു ചൈതന്യരൂപമതുപോലെയായി വരും നൂനം. പുഴുവേട്ടാളനെ സ്മരിച്ചു പേശകൃത്തായി ചുഴലി പറന്നു കാണുന്നതുപോലെ തന്നെ ആത്മാവും പൂർവരൂപം ത്യജിച്ചു മനോരൂപ സാമ്യമായുള്ള രൂപം കൈക്കൊള്ളുന്നതു നൂനം. പരമാത്മാവാമജന്തങ്കൽ ഭൂതാദികളെ പരിചിലജ്ഞാനേന സ്മരിക്ക നിമിത്തമായി. പരമാത്മാമജന്തങ്കൽ ഭൂതാദികളെ പരിചിലജ്ഞാനേന സ്മരിക്ക നിമിത്തമായി പ്രപഞ്ച സ്വരൂപമാക്കിയിടുന്നു പരമാത്മാ. പ്രപഞ്ച വിലക്ഷണമാകിയോരാത്മാവിനെ ആത്മനാ തന്നെ ചിന്തിച്ചിടുകിൽ ആത്മപ്രാപ്തി സ്വാത്മനി വരുമപ്പോൾ കൈവല്യാത്മാവായി. ആകയാലൊരു ഗുരു വേട്ടാളനെനിക്കുക ആകവേ 24 പേരെയും ചൊന്നേൻ. ഇവരാൽ എന്റെ ബുദ്ധി ശിക്ഷിക്കപ്പെട്ടു നൃപ. ഈ വണ്ണമെന്റെ ദേഹമായതും ഗുരുവല്ലോ. എങ്ങനെ ദേഹം ഗുരുവായതും കേട്ടുകൊള്ളുക. സംഗേന വിഷയേഷു ബന്ധിച്ചു ദുഃഖിക്കയാൽ ഭക്തി വൈരാഗ്യാദികൾ കൊണ്ടുടൻ വിവേകത്തിനത്രയും കാരണമാകുന്നതും ദേഹമല്ലോ. എങ്ങനെ വിരക്തനായിടും നിതതും ചൊല്ലാം. ഇങ്ങു ജന്തുക്കളെല്ലാം നശിച്ചു കാൺക കൊണ്ടും ഇക്കണ്ട പ്രപഞ്ചമതൊക്കെയും നശ്യമെന്നതുൽക്കാമ്പിൽ വിചാരിച്ച വിവരം കേട്ടുകൊള്ളുക. മുന്നമുണ്ടായ ബ്രഹ്മാണ്ടാദി ലോകങ്ങളൊന്നും ഇന്നു കാൺമാനുമില്ല. കാൺമതിൽ ചിലതെല്ലാം നശിച്ചു കാൺക കൊണ്ടു മിന്നി കാണുന്ന ഭൂതം നശിച്ചിടുന്നു ലോകപ്രളയകാലത്തിങ്കൽ. ഇങ്ങനെ ഇരിക്കയാലുണ്ടാകുന്ന അവയൊക്കെ തിങ്ങിന മായാമയം നശിച്ചിടുന്നു നൂനം. ഭൂതവും വർത്തമാനം ഭവിഷ്യൽ കാലത്രയം ചേതസി നിത്യമല്ലെന്നറിഞ്ഞു വിവേകത്താൽ സഞ്ചരിക്കുന്നു സദാ സംന്യാസവൃത്തിയോടും ചഞ്ചല വിഹീനനായെന്നതു മറികടൂ. ഭാര്യാപുത്രാർത്ഥ പശുഗൃഹഭൃത്യാദികളാൽ ഹാര്യനായി സംഖ്യയായി കൊണ്ടതി പ്രീതനായ യാതൊരു പുമാൻ വർത്തിച്ചിടുന്നിതവനുള്ളിൽ. ദ്വൈതമായിടും ബീജമായി വരുമവൻ നൂനം. വൃക്ഷധർമ്മത്തെ പോലെ ദേഹധർമ്മവുമെടോ. വൃക്ഷം ബീജത്തിൽ അടങ്ങിയിടുന്നതുപോലെ
പുത്രമിത്രാർത്ഥാദികൾ ദേഹമാം വൃക്ഷത്തിനു വിത്തായതെന്നും അറിഞ്ഞിടുക നരപതേ. ആയതങ്ങനെയെന്നാൽ നാവിനു രസേരസം ആയതു നേരം ഗുഹ്യം വിഷയമിച്ഛിക്കുന്നു. ആയതെങ്ങനെയെന്നാൽ നാവിനു രസേരസം ആയതു നേരം ഗുഹ്യം വിഷയമിച്ഛിക്കുന്നു. കേൾക്കണമെന്നു ശ്രോത്രം, ചൊല്ലണമെന്നു നാക്കും, നോക്കണമെന്നു നേത്രം, പോകണമെന്നു പാദം, ത്വക്കിനു സ്പർശമല്ലോ പാണിക്കു തൊടുവാനും, മൂക്കിനു ഘ്രാണേച്ഛയും ഭക്ഷണം വയറ്റിനും, വിസർജിക്കണമെന്നും അന്നേരം ഗുദത്തിനും, ഉച്ഛ്വാസം പ്രാണനപ്പോൾ നിശ്വാസമപാനനും, ഉച്ഛ്വാസം പ്രാണനപ്പോൾ നിശ്വാസമപാനനും, മനസ്സു സംശയിക്കും ബുദ്ധി നിശ്ചയിച്ചിടം, തനിച്ചു ചഞ്ചലിക്കും ചിത്തവും അതു നേരം, ഞാനെന്നോരഭിമാനം നടിക്കും അഹങ്കാരം, ജ്ഞാനമോരോന്നു വേറായി വാനിച്ചിടും. ശ്രോത്രങ്ങൾ നേത്രങ്ങളും ഉദരം നാക്കും മൂക്കും നേർത്തൂരു ത്വക്കും പ്രാണാപാനന്മാർ കരണങ്ങൾ, മായാവൈഭവ കർമ്മശക്തിയാൽ ബഹിർഭാഗേ ഓരോരോ തരം ശ്രോത്രാദികളും തൃഷ്ണ കൊണ്ടും ഓരോരോ പ്രവൃത്തിയാൽ ജീവനെ ഭ്രമിപ്പിക്കും. അതുമെന്ത് പോലെന്നാൽ പത്നികളേറ്റമുള്ള പതിയെപ്പോലെ നാനാവിധമായി അലയുന്നു. അതിനാൽ വിരക്തനായി ശാന്തനായി ശമദമസാധനയുതനായി പെരുമാറുന്നു നൂനം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാം. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ജഗദംബയായേതി സമർപ്പയാമി. ഓം പൂർണ്ണമിദം
പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.